ആരാണ് ഇവിടെ ഭീരു? അടിയന്തരാവസ്ഥയുടെ നാടുകളിൽ ഭീകരമർദ്ദനമേറ്റ് 1.5 വർഷക്കാലം ജയിലിൽ കിടന്ന് പിന്നീട് ആ ചോരക്കരയെ ഷർട്ടുമായി നിയമസഭയിൽ പ്രസംഗിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ ഭീരു? RSSുകാർ തലക്ക് വില കൽപ്പിച്ച ഇന്ത്യയിലെ ഏക BJP ഇതര സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയൻ എന്നുള്ളതാണോ പിണറായി വിജയന്റെ ഭീരുത്വം? പൗരത്വ നിയമം ഈ മണ്ണിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ ഭീരു? പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് ഒരു വരി പോലും പ്രകടന പത്രികയിൽ എഴുതാത്ത കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് നേതാക്കന്മാരാണോ ഭീരു? NIA വിഷയത്തിൽ ഓടിയൊളിച്ച കോൺഗ്രസ് നേതൃത്വമല്ലേ ഭീരുത്വം പ്രകടിപ്പിച്ചത്? കാശ്മീർ വിഷയത്തിൽ മൗനം പാലിച്ച കോൺഗ്രസ് നേതാക്കന്മാരല്ലേ ഭീരുക്കൾ? സവർക്കറിന്റെ പടത്തിന് മുമ്പിൽ സാഷ്ടാംഗമടിച്ച് സിന്ദാബാദ് വിളിച്ച നേതാക്കന്മാർ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ BJPയിൽ ചേരുമെന്ന് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ ഇരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ന് കേരളത്തിലുണ്ട്. അവരല്ലേ ഭീരുക്കൾ? പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മനസ്സിൽ ഇടം കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ ഈഗോ കാരണം തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ എന്ത് വൃത്തികേടും വിളിച്ചു പറയുന്ന നില സ്വീകരിക്കുമ്പോൾ അവിടെ ഒറ്റപ്പെടുക പ്രതിപക്ഷ നേതാവാണ്.